ഇന്ന് ഈ ശുശ്രൂഷകളിലൂടെ ലഭിക്കേണ്ട 1-2 അനുഗ്രഹങ്ങളെ മനസ്സിലൊന്ന് കാണാമോ? നമ്മളാരും കാഴ്ചക്കാരല്ല, കേൾവിക്കാരല്ല, ഒരു പ്രോഗ്രാം അല്ല നടക്കുന്നത്. ഒരു ദൈവ ശുശ്രൂഷയാണ്, ഒരാരാധനയാണ്. അതിലൂടെ വ്യാപരിക്കുന്നൊരു ദൈവശക്തിയുണ്ട്, അതിലൂടെ വ്യാപരിക്കുന്നൊരു ദൈവശക്തിയുണ്ട്. അത് പ്രതീക്ഷിച്ചാണ് ഇവിടെ വന്നത്. ഒരു മനുഷ്യനെ പ്രതീക്ഷിച്ചല്ല, ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടല്ല. ദൈവത്തിൻ്റെ ശക്തി എന്നിലേക്ക് വരുന്നൊരു സമയമായി ഇതിനെ കാണുക. നിങ്ങളുടെ എല്ലാ നഷ്ടങ്ങളും ദൈവം പരിഹരിക്കും. നിങ്ങളുടെ എല്ലാ നഷ്ടങ്ങളെയും ദൈവം മാറ്റിത്തരും. ആമേൻ. എല്ലാം നഷ്ടപ്പെട്ടവരിവിടെയുണ്ട്. ജീവിതം നഷ്ടപ്പെട്ടവരുണ്ട്, ആരോഗ്യം നഷ്ടപ്പെട്ടവരുണ്ട്, സാമ്പത്തികം നഷ്ടപ്പെട്ടവരുണ്ട്. നഷ്ടപ്പെട്ടതിനെ അനുഗ്രഹിച്ച് തിരിച്ചു തരുന്ന ദൈവത്തിൻ്റെ വചനമാണ് കേൾക്കാൻ പോകുന്നത്. ആമേൻ. അവിടെയാണ് ചില വിടുതലുകളും അത്ഭുതങ്ങളും സംഭവിക്കുക. പരിശുദ്ധാത്മാവേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ പാട്ടിൻ്റെ 2 ലൈൻ ഒന്ന് ചേർന്ന് അധരം തുറന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഒന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. ഒന്ന് പാടി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് ഇരിക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ആദ്യമേ തന്നെ ഈ ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിച്ചൊരു വാക്ക്, നിനക്ക് നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടമായത് ദൈവം അനുഗ്രഹിച്ച് തിരിച്ചു തരുന്നത് ഇങ്ങനെയുള്ള ഓരോ ശുശ്രൂഷകളിലൂടെയാണ്. ഈ വചനം ഇതിൻ്റെ ബേസിൽ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കേൾക്കണം. എനിക്ക് നഷ്ടമായതിനെ ദൈവം അനുഗ്രഹിച്ച് തിരിച്ചു തരും. മനസ്സിലത് വിശ്വാസത്തിൽ പറയാം. എനിക്ക് നഷ്ടമായതിനെ ദൈവം അനുഗ്രഹിച്ച് തിരിച്ചു തരും. ഇനി കേൾക്കാൻ പോകുന്നതല്ല ഈ വചനത്തിലൂടെയാണ്. നഷ്ടമായതെന്ന് പറഞ്ഞാൽ എന്നെ കാണാൻ വരുന്നവർ, ഇവിടെ കൗൺസിലിങ്ങിന് പോകുന്നവരൊക്കെ അവർ പറയുന്നത്, എൻ്റെ കുടുംബജീവിതം എനിക്ക് നഷ്ടമായി, എൻ്റെ ബിസിനസ്സിലൂടെ എനിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടമായി. ഇങ്ങനെ എല്ലാവരും പറയുന്നത് ഓരോ നഷ്ടങ്ങളുടെ ഓർമ്മകളാണ്. അപ്പോഴാണ് മനസ്സിൽ ദൈവം തന്ന ഈ വാക്ക്, നിനക്ക് നഷ്ടമായതിനെ ദൈവം അനുഗ്രഹിച്ചതിന് 4 ഇരട്ടി തിരിച്ചു തരാൻ കഴിവുള്ളവൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും നൽകുന്ന എല്ലാ പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും നന്ദിയും സ്നേഹവും ബഹുമാനവും നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം ഇന്നലെ പോലും ഇവിടെ ധാരാളം ആളുകളാണ് വന്ന് ചേർന്നത്. വരാന്തകളിൽ പോലും ആളുകൾ കിടക്കുകയായിരുന്നു. അത്രയും ത്യാഗത്തോടെ വരുന്നത് നിങ്ങളുടെ മനസ്സിൽ കിട്ടിയ ഒരു പ്രചോദനമനുസരിച്ചാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇവിടെ ആരും വലിയവരില്ല, എല്ലാം സാധാരണക്കാരാണ്, എല്ലാം സാധാരണ മനുഷ്യർ. പക്ഷെ അസാധാരണ കാര്യങ്ങൾ വെറും സാധാരണക്കാരിലൂടെ ദൈവം ചെയ്തു തരുന്നു. അത് ദൈവം ഈ കാലഘട്ടത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന വചനം ജീവനുള്ളതാണെന്ന് അനേകരുടെ അനുഭവത്തിലൂടെ ദൈവം തെളിയിച്ചു തന്നിടത്താണ് ഞാൻ നിൽക്കുന്നത്. ഒത്തിരി പേര് ചോദിച്ചു, എപ്പോഴാണ് രോഗശാന്തി ശുശ്രൂഷ, എപ്പോഴാണ് കൈവെപ്പ് പ്രാർത്ഥന, എപ്പോഴാണ് ഈ പ്രാർത്ഥന, മറ്റ് പ്രാർത്ഥനാലയത്തിൽ അങ്ങനെയൊക്കെ ഒരു സമയമുണ്ട്. ഇവിടെ അതെങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് പറയാം. ഈ വചനം കേട്ടുകൊണ്ട് വിശ്വാസത്തിലെടുക്കുന്ന സമയത്തെല്ലാം ഇതെല്ലാം സംഭവിക്കും. ഞാൻ ഇന്നു വരെ ഒരു രോഗശാന്തി ശുശ്രൂഷ ചെയ്തിട്ടില്ല, പക്ഷേ ആളുകൾ രോഗസൗഖ്യം അനുഭവിച്ചതായി സാക്ഷ്യം പറയുന്നു. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ഈ കൂട്ടായ്മയിലുണ്ട്.
ഒരാളുടെയും കുടുംബ പ്രശ്നം മാറാൻ പ്രത്യേകം ഒരു പ്രാർത്ഥനയും നടന്നില്ല. പക്ഷെ ഇവിടെ പ്രസംഗിച്ച വചനം വിശ്വാസത്തിൽ ഏറ്റെടുത്തപ്പോൾ എങ്ങനെയാണെന്നറിയാൻ പാടില്ല, അവരുടെ കുടുംബത്തിലെ വിഷയങ്ങൾ ദൈവം ഏറ്റെടുത്ത് പരിഹരിച്ചു കഴിഞ്ഞു. അതെല്ലാം നടക്കുന്നത്, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അവിടുന്ന് ശിഷ്യന്മാർ വചനം പ്രസംഗിച്ചപ്പോൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം അത് സ്ഥിരീകരിച്ചു കൊണ്ടേയിരുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഞാനോ ഇവിടെയുള്ള ആരും ഒന്നിലും കേമന്മാരോ യോഗ്യതയുള്ളവരോ അസാധാരണമുള്ള ഒന്നുമല്ല, വെറും സാധാരണക്കാരാണ്. എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെയുണ്ട്. എല്ലാ ജില്ലകളിൽ നിന്ന്, എൻ്റെ സ്വന്തം ഇടവകയിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. ഇടുക്കി കട്ടപ്പന ദേശത്തു നിന്ന്, കർണാടകയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, പൂനെയിൽ നിന്ന് എല്ലാം ഇവിടെ ആളുകൾ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. പേരെടുത്ത് പറയുന്നില്ലെങ്കിലും എല്ലാവരെയും വളരെ സ്നേഹത്തോടെ കാണുകയാണ്, ബഹുമാനിക്കുകയാണ്. നിങ്ങൾ വന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കാനാണ്. ആ വചനം നിങ്ങളെ സഹായിക്കാതിരിക്കില്ല. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാൻ ദൈവം ഇടവരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഒരു വചനം വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 22:17 ഒന്ന് കേൾക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. അത്രേ മതി. ദൈവം ഒരാളോട് പറഞ്ഞ വാക്ക് കണ്ടോ? ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നല്ല, അതിനകത്ത് ഒരു സ്പെഷ്യൽ വാക്ക് പരിശുദ്ധാത്മാവ് ഇങ്ങനെ കല്ലേൽ കൊത്തിവെച്ചതുപോലെ വെച്ചിട്ടുണ്ട്. ഏതാണ് ആ വാക്ക്? സമൃദ്ധമായി. അതൊരു സാധാരണ മലയാള വാക്കാണ് എന്ന് തോന്നരുത്. ഈ വചനത്തിൻ്റെ ആഴങ്ങളെ നോക്കിയാൽ ആ വാക്ക് ദൈവം പറഞ്ഞ വാക്കാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നല്ല, സമൃദ്ധമായി അനുഗ്രഹിക്കും. നിങ്ങൾ ആദ്യം നിങ്ങളോട് പറയേണ്ട ഒരു വാക്കാണ്. ഈ വെയിലിൻ്റെ ചൂടും ആവിയും പരവേശവും, കസേരയിൽ ഇരിക്കാൻ സ്ഥലമില്ല, നിലത്തിരിക്കുന്ന ആളുകൾ, പുറം ഭാഗത്തുള്ളവർ, താഴെ ഒരുപാട് പേർ, അല്ലെങ്കിൽ കുമ്പസാരത്തിന് ഒരുപാട് പേർ, എല്ലാവരോടുമായിട്ടൊരു വാക്യം പറയുകയാണ്. ഇത് ഓൺലൈനിലൂടെ നാളെ ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു സമയത്ത് കാണുന്നവർ, എന്നെ എൻ്റെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ. നിങ്ങൾ ആദ്യം നിങ്ങൾ ഒച്ച പോലും കേൾക്കാതെ മനസ്സിൽ അതൊന്ന് പറഞ്ഞ്, ഈ പ്രാർത്ഥനാലയത്തിൽ ഇരുന്ന് പറഞ്ഞ്, എൻ്റെ ദൈവം എന്നെ, എൻ്റെ ഭവനത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കും. എനിക്കൊരു 2ാം ജന്മം പോലെയാണ് ഇത്. പല പ്രതിസന്ധികളിൽ നിന്നും, പല പ്രതികൂലങ്ങളിൽ നിന്നും ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്നെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ്. ഇതൊരു ദൈവ പദ്ധതിയാണ്. ആമേൻ. യാദൃശ്ചികമായി വന്നു പെട്ടവരല്ല. ഒരാൾ വിളിച്ചു അതുകൊണ്ട് വന്നു എന്നൊക്കെ നിങ്ങൾ പറയുമെങ്കിലും നിങ്ങളുടെ അകത്ത് ദൈവം തോന്നിപ്പിക്കാതെ ഒരു കുഞ്ഞു പോലും ഇതിനകത്ത് വരില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് ഇറങ്ങിപ്പോകും. ഈ ചൂടും ആവിയൊക്കെ സഹിച്ച് ആരെ കൊണ്ട് പറ്റും ഇങ്ങനെ ഇരിക്കാൻ? ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നു. അതെന്താ പദ്ധതി? നിങ്ങളെ ദൈവം സമൃദ്ധമായി, ചെറിയ സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഒന്നല്ല, സമൃദ്ധമായ നിലയിൽ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എന്നെ സമൃദ്ധമായി, എൻ്റെ ഇടത്തും വലത്തും മുമ്പിലും പുറകിലും ഓൺലൈനിലൂടെ കാണുന്നവരോടൊക്കെ ഈ വാക്ക് തന്നെ പറയട്ടെ, ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. കുട്ടികളുടെ പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലേ, അതിലേക്ക് അടുക്കുകയാണ്. അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കും, സമൃദ്ധമായി അനുഗ്രഹിക്കും. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുക. അടുത്തൊരു വാക്യം 22-ാം അധ്യായം 18-ാമത്തെ വാക്യം. എന്തുകൊണ്ടാണ് അനുഗ്രഹിച്ചതെന്നൊരു കാരണം പറയുകയാണ്. നിങ്ങളെല്ലാവർക്കും അനുഗ്രഹം ഇഷ്ടമാണ്, പക്ഷെ അത് വരുന്ന റൂട്ട് എല്ലാവർക്കും അത്ര പിടിക്കത്തില്ല, ഇഷ്ടമാകണമെന്നില്ല. ഈ മനുഷ്യനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കാൻ ഒരു കാരണമുണ്ട്. അത് 18-ാമത്തെ വാക്യമാണ്. 18-ാമത്തെ വാക്യം. നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട്. അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? നീ എൻ്റെ വാക്ക്. എന്താണ്? ഈ പുസ്തകം ദൈവത്തിൻ്റെ വാക്കുകളാണ്. ഇതിനകത്തുള്ള ഒരക്ഷരം പോലും മറക്കാനുള്ളതല്ല, ഇതിന് വിലയുള്ളതാണ്. ഈ പുസ്തകത്തിലെ വാക്കുകൾക്ക് വില കൊടുത്തവരുടെ ജീവിതവും വിലയുള്ളതായി തീർന്നിട്ടുണ്ട്. ഈ പുസ്തകത്തിലെ വാക്കുകൾ വിലയോടെ സ്വീകരിച്ച ആളുകളുടെ ജീവിതം വിലകെട്ടതല്ലായി മാറിയത് വിലയുള്ളതായി മാറി. ഇന്ന് എനിക്ക് ഈ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നത് ഈ വാക്കിന് വില കൊടുത്തത് കൊണ്ടാണ്. ഈ വാക്ക് ഇത് കെമിസ്ട്രിയിലോ ബയോളജിയിലോ കുട്ടികളുടെ മറ്റു പഠന വിഷയത്തിലെ വാക്കുകൾ പോലെയുള്ളതല്ല വാക്ക്. ഇത് ജീവനുള്ള വാക്കാണ്.
ഇത് ജീവൻ തരാൻ കഴിവുള്ള വാക്കാണ്. ഇത് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ള വാക്കുകളാണ്. ഒരാളെ അനുഗ്രഹിച്ചിട്ട് ദൈവം പറയുകയാണ്, ഈ മനുഷ്യനെ ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കാൻ ഒരു റീസൺ ഉണ്ട്, ഒരു കാരണമുണ്ട്. കാരണം ഇതാണ്, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, ഒരാളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചു. എന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കണേ നമ്മൾ പറയുകയും ചെയ്തു. പക്ഷെ ആ അനുഗ്രഹം വന്ന റൂട്ട് എഴുതിയിരിക്കുകയാണ്. അബ്രാഹത്തോട് പറയണം, നീ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ കിടക്കുന്നു. ഒരാളിലല്ല, ഒരാൾ ഈ വാക്കനുസരിച്ചപ്പോൾ അയാളുടെ തലമുറകളിലേക്ക് അനുഗ്രഹം പകരപ്പെടാൻ തുടങ്ങി. വിശുദ്ധ ഗ്രന്ഥം പറയാണ്, നീ എൻ്റെ വാക്കനുസരിച്ചുകൊണ്ട് നിനക്ക് മാത്രമൊന്നല്ല. വായിക്കൂ, നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കും. നിന്റെ മക്കൾ പോലും നിനക്ക് അനുഗ്രഹമായി മാറും. നിന്റെ തലമുറ നിനക്ക് അനുഗ്രഹമായി മാറും. ഒറ്റ കാരണമുള്ളൂ, നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിനക്ക് മാത്രമല്ല, നിന്റെ കുടുംബത്തിൽ. അതാണ് നമ്മളുടെ ഒരാളുടെ ഈ പ്രാർത്ഥന. അത് ഒരാൾക്ക് മാത്രമല്ല അനുഗ്രഹം, അതെൻ്റെ കൂടെ നിൽക്കുന്ന പലരുടെയും അനുഗ്രഹമാണ്. പലർക്കുമുള്ള വിടുതലാണ്, പലർക്കുമുള്ള ഉത്തരമാണ് എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, എഴുതിയിരിക്കുന്ന ഈ വാക്ക് ശരിക്കും ശ്രദ്ധിക്കണ്ടേ. നമ്മൾ ബൈബിൾ വായിച്ചു പോകുന്നവരാണ്, പക്ഷേ ഓരോ വാക്കുകൾ പഠിക്കാറില്ല, ശ്രദ്ധിക്കാറില്ലായിരിക്കാം. കാരണം നമ്മൾ ഓരോ തിരക്കിനിടയിലാണ് വായിച്ചു പോകുന്നത്. പക്ഷേ ഇത് ശരിക്കും മനസ്സിലാക്കാൻ വായിക്കുമ്പോൾ നമ്മൾ അബ്രാഹത്തോട് ചോദിക്കും, അബ്രഹാം, നിന്നെ ദൈവം ഇത്ര അനുഗ്രഹിക്കാൻ എന്താണ് കാരണം? അപ്പോൾ ദൈവം പറയാണ്, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്. ഈ വാക്ക് അനുസരിക്കുന്ന ലക്ഷങ്ങളാണ് ഇന്ന് ലോകത്തിലുള്ളത്. എന്നോട് ഒത്തിരി പേർ അത്ഭുതത്തോടെ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ രാവിലെ ഇടുന്ന ഈ പ്രസംഗം ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നത്? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഇത് കാണണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ വന്ന ഒരുപാട് പേരും, ഞാൻ പോയ സ്ഥലങ്ങളിൽ ആളുകളൊക്കെയും നാളെ ഒരു സമയത്ത് സ്കൂൾ അടച്ചു കഴിഞ്ഞ് ഈ സ്ഥലത്തേക്ക് വരാനിരിക്കുകയാണ്. അവർ വരേണ്ട വഴികൾ ചോദിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് വരാൻ ആഗ്രഹം? ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. ഒരാളുടെയും പ്രത്യേക ജീവിതത്തിൽ ഇടപെട്ട് ആരെയും പ്രത്യേകമായി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടല്ല ആരും വരുന്നത്. അവരെ ദൈവവചനത്തിലൂടെ അവർ അനുഗ്രഹിച്ചപ്പോൾ അവർക്ക് വരാതിരിക്കാൻ പറ്റാതായി, അവർക്ക് ഇവിടെ ഒന്ന് കാണാതിരിക്കാൻ പറ്റാതായി. ഇവിടെ വന്ന് ഒരു ദിവസം പ്രാർത്ഥിക്കണമെന്ന് അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത തന്നെ വന്നു. അത് ഈ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളെ ദൈവം നാളെ ഒരു സമയത്ത് നിങ്ങൾ പറയും, ദൈവം എന്നെ സമൃദ്ധമായി അനുഗ്രഹിച്ചു എന്ന്. നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. അടുത്ത വാക്യം നോക്കൂ, ഇനി എവിടെയെല്ലാം അനുഗ്രഹിക്കും? 24-ാം അധ്യായം 1-ാമത്തെ വാക്യം, 24-ാം അധ്യായം 1-ാമത്തെ വാക്യം. അബ്രാഹത്തിന് അതിനുശേഷം കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു. ദൈവവചനം വിശ്വാസത്തോടെ സ്വീകരിച്ച അബ്രാഹത്തോട് പറയുവാണ്, കർത്താവ് എല്ലാ കാര്യങ്ങളും, ഒരു കാര്യത്തിലല്ല എല്ലാ കാര്യത്തിലും. ദൈവവചനം വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന നിങ്ങളെ ദൈവം ഒരു കാര്യത്തിലല്ല അനുഗ്രഹിക്കാൻ പോകുന്നത്, എല്ലാ കാര്യത്തിലും. നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യത്തിലും. ഒരാൾ പറഞ്ഞു, എൻ്റെ വീട് പണി പകുതിക്കായിട്ട് കിടക്കുവാണ്, ഈ മഴക്കാലത്തിന് മുമ്പ് തീരണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം ആലോചിച്ച് ഒന്നും നടക്കുന്നില്ല, ഞാനൊരു ജോലി പ്രതീക്ഷിച്ച് ഒന്നും ശരിയാകുന്നില്ല, ഏത് പാപം ചെയ്തിട്ടാണ് ഇതിനുമാത്രം കഷ്ടകാലം എനിക്ക് വരുന്നത്? അതവിടെ നിൽക്കട്ടെ, അത് അവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷെ ഇന്ന് ഈ വചനം കേട്ട് പ്രാർത്ഥിക്ക്. നീ പ്രാർത്ഥിച്ച വിഷയത്തിൽ നീ പറയാൻ ഇടവരും, എല്ലാ കാര്യത്തിലും ദൈവം എന്നെ അനുഗ്രഹിച്ചു. എല്ലാ കാര്യത്തിലും, എൻ്റെ രോഗാവസ്ഥയിൽ, എൻ്റെ സാമ്പത്തികത്തിൽ, എല്ലാ കാര്യത്തിലും ദൈവം എന്നെ അനുഗ്രഹിക്കും. ഒരു കരം ഉയർത്തി എല്ലാവരും ചേർന്ന് വിശ്വസിച്ച് ഈ വചനം ഏറ്റെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ കാര്യത്തിലും ഈ പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യത്തിലും, നിങ്ങളുടെ കുടുംബത്തെ, എല്ലാ കാര്യത്തിലും, നിങ്ങളുടെ മക്കളെ, കൊച്ചുമക്കളെ, എല്ലാ കാര്യത്തിലും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യത്തിലും കേട്ടോ, ഏതോ എഴുതി വെച്ച 2 കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും, എല്ലാ കാര്യത്തിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിങ്ങനെ ഈ നിയോഗ പ്രാർത്ഥന അല്ലെ ഈ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ ഒരു കാര്യം പറയാം. നിങ്ങളൊരു നിയോഗം എഴുതി ഇവിടെ ബക്കറ്റിലല്ല, ഞാൻ അത് മേടിച്ചു, ഇതിന് മാത്രം വലിയ കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കും. കാനായിലെ കുടുംബത്തിൽ തീർന്നു പോയത് എന്നതാ? വീഞ്ഞാണ് തീർന്നു പോയത്. അപ്പോൾ യേശു അവരോട് പറഞ്ഞതെന്നറിയാവോ?
വെള്ളം കോരി ഈ പാത്രത്തിൽ നിറയ്ക്കാൻ പറഞ്ഞു. നമ്മളാണ് ചോദിക്കില്ലേ, വീഞ്ഞു തീർന്നു പോയപ്പം വെള്ളം കോരാനാണോ പോകുന്നത്? വെള്ളം കോരിയാൽ അത്ഭുതം നടക്കുമോ? എന്തിനാ ഇത് നിറച്ചു കോരുന്നത്? കുറച്ച് വെള്ളം കോരിയാൽ പോരെ. നമ്മളാണ് 100 കുറവുകൾ കണ്ടുപിടിച്ചേരെ. പക്ഷെ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്തു എന്നറിയാമോ? ആ വെള്ളം കോരി ഇപ്പുറത്തെ പാത്രത്തിൽ നിറച്ചു, അത്രേ ചെയ്തുള്ളൂ. പിന്നെ വെള്ളം കോരിയാൽ ഇപ്പോൾ അത്ഭുതം നടക്കുകയല്ലേ? വെള്ളം ഒരു സ്ഥലത്ത് ഇങ്ങനെ നിറച്ചു വെച്ചാൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച് അവർ ചെയ്യാതിരുന്നെങ്കിലോ ഒരത്ഭുതവും ആ ഭവനത്തിൽ നടക്കില്ലായിരുന്നു. പക്ഷെ അവിടെ കുറച്ചു പേർ ആ വെള്ളം കോരി ഇപ്പുറത്തെ പാത്രത്തിൽ നിറച്ചു. അതിന്മേൽ ദൈവത്തിൻ്റെ ഒരു ആശീർവാദം വന്നു. നിങ്ങൾ എഴുതിയിട്ട നിയോഗം, പിന്നെ അവിടെ ഇരിക്കുന്ന ആ 2 രൂപയുടെ പേന, ആ എഴുതിയിട്ടിരിക്കുന്ന എഴുതാൻ ഉപയോഗിച്ച കടലാസ് ന്യൂസ് പ്രിൻ്റാണ്. അതിനാണെങ്കിൽ കയ്യിലെ വേർപ്പിൻ്റെ ഒരു അംശം മതി, അത് കീറാൻ തുടങ്ങും. ആ പേപ്പറിൽ എഴുതിയിട്ട ദൈവം കേൾക്കുമോ? ദൈവം കാണുമോ? നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്താൽ A4 സൈസ് പേപ്പറൊക്കെ വേണ്ടേ? ദൈവസന്നിധിയിൽ നിസ്സാര കാര്യം, എൻ്റെ ഒരു കുഞ്ഞു കാര്യത്തെ ഞാൻ എഴുതി എൻ്റെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഒരു വിശ്വാസമാണ് ആ എഴുതിയിട്ടതിൽ ദൈവം തൊടുമെന്ന്, ആ എഴുതിയിട്ടതിൽ ദൈവം കരം ഉയർത്തുമെന്ന്, ആ എഴുതിയിട്ടതിൽ ദൈവത്തിൻ്റെ കാരുണ്യം വെളിപ്പെടുമെന്ന് ഞാനത് ദൈവം തെളിയിക്കുന്നത് അനുഭവിച്ചു. ദൈവം അത് തെളിയിച്ചു, വചനത്തിലൂടെ ദൈവം അത് തെളിയിച്ചു. എത്രയോ പേരാ ഇവിടെ വന്നത്, സാക്ഷ്യം ഒന്ന് പറയാനാ ഇവിടെ വന്നതെന്ന് പറഞ്ഞത്. എഴുതിയിട്ട പ്രാർത്ഥന ദൈവം തെളിയിച്ചതാണ്. കോരിയ വെള്ളം അതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. അത് എല്ലാവർക്കും അത്ഭുതമാകുന്നൊരു വീഞ്ഞായി മാറി. ആ കല്യാണ വീട്ടിൽ വന്നവർ മുഴുവൻ ചോദിച്ചു, ഇത്രയും നല്ല വീഞ്ഞ് ആദ്യം കൊടുക്കാൻ പാടില്ലായിരുന്നോ? ഇതെങ്ങനെയാ നല്ലതായത്? ഇത് കിണറ്റിലെ വെറും പച്ചവെള്ളമല്ലേ? അത് വിശ്വാസത്തിൽ ആ പ്രവൃത്തി ചെയ്തപ്പോൾ ദൈവം ആ പ്രവൃത്തിയെ ഏറ്റെടുത്തതാണ് അത്ഭുതമായി മാറിയത്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +2 പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരുകൾ നിയോഗം എഴുതിയില്ലേ? പിന്നെ ഒരു പേന കൊണ്ട് എഴുതി വെച്ചാൽ എന്തെങ്കിലും നടക്കുമോ? എഴുതി വെച്ച് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഒരാളല്ല, 1000 പേർ ഒരുമിച്ച് കരമുയർത്തുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യം അവിടെ സംഭവിക്കാതിരിക്കില്ല, അവിടെ ഇടപെടാതിരിക്കില്ല. വിശ്വസിച്ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ വാതിലൊക്കെ പൂട്ടുന്നത് ഒരു പൂട്ട് കൊണ്ടാണ്. അത് ചിലപ്പോൾ 50 രൂപയുടെ ഉണ്ട്, 500 രൂപയുടെ, 5000 രൂപയുടെ ഉണ്ട്. എങ്ങനെയാ സംഭവം നടക്കുന്നത്? ഒരു താക്കോൽ ഉപയോഗിച്ച് അതിനായി നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് വെറുതെ ഒന്ന് തിരിക്കുമ്പോൾ കാണാൻ പറ്റും ആ ലോക്ക് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. ആ ലോക്ക് തന്നെ അങ്ങ് വിട്ടു. ഇത് കൈകൊണ്ട് വലിച്ചു നോക്കിയായിരുന്നെങ്കിലോ ചുറ്റിയേക്ക് ഇടിച്ചിട്ടും കൈകൊണ്ട് വലിച്ചിട്ടും അനങ്ങാത്ത പൂട്ട് ഒരു താക്കോലിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചപ്പം ആ താക്കോല് ഓപ്പണായി. ഇതുപോലെ ഞാനും ദൈവവചനമാകുന്ന താക്കോലുകൊണ്ട് പല ജീവിതങ്ങളെയും തൊടാനിടയായപ്പോൾ, ആ എഴുതി കൊടുത്തത് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇത്രയും നാള് വലിയ സങ്കടത്തിലാക്കി പൂട്ടിയിരുന്നവരുടെ ജീവിതത്തെ ആ ലോക്ക് തുറക്കുന്നത് ഞാൻ കാണാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ? നിങ്ങളത് നമ്മുടെ സാധാ പൂട്ട് നോക്കുമ്പോൾ അറിയാം, 2 കൈ കൊണ്ടും വലിച്ചു നോക്കി അനങ്ങത്തില്ലത്. ഇനി ചുറ്റിയും കൊണ്ട് അടിച്ചാലും കൈ പോകുന്നല്ലാണ്ട് ആ പൂട്ട് അവിടെ തന്നെ ഇരിക്കും. ഇനി വല്ല ബ്ലേഡ് കൊണ്ട് മുറിക്കേണ്ടി വരും. പക്ഷെ ഒരു താക്കോല് കൂടെ എന്ത് ഈസിയാണ്, ഒരു ബലവും കൊടുക്കണ്ട, ജസ്റ്റ് തിരിച്ചാൽ മതി. നിങ്ങൾ ഈ വിശ്വസിച്ച് കേൾക്കുന്ന വചനം നിങ്ങളുടെ ചെവികളിലൂടെ അകത്ത് കയറി അത് നിങ്ങളുടെ ഹൃദയത്തിലെത്തുമ്പം സംഭവിക്കുന്ന അത്ഭുതം എന്നറിയാമോ? നിങ്ങൾ പറയുന്നു തടസ്സമാണ്, നിങ്ങൾ പറയുന്നു മൊത്തം ബ്ലോക്കാണ്, നിങ്ങൾ പറയുന്നു ഒന്നും ശരിയാകുന്നില്ല, എന്തോ ശാപമാണെന്ന് തോന്നുന്നു, എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു, ഇനി എങ്ങോട്ട് പ്രാർത്ഥിക്കാനാണ്, ഇനി എവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾ ഇത്രയും കാര്യം ചെയ്യ്. ആ വചനമാകുന്ന താക്കോൽ അത് വിശ്വാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് വരുമ്പോൾ നിങ്ങൾ വലിച്ചു നോക്കിയിട്ട് തലകുത്തി നിന്നിട്ട് പരിഹരിക്കാനാകാത്ത വിഷയങ്ങളെ ദൈവം ഏറ്റെടുത്ത് പരിഹരിക്കുന്നത് നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. എങ്ങനെ പരിഹരിക്കും? ദൈവം അത് ഏറ്റെടുത്ത് പരിഹരിക്കും. വിശ്വസിക്കുന്നു? നിങ്ങൾ ഒരുപാട് പേര് വന്നത് ഒരു സങ്കട കടലുമായിട്ടാണ്. വലിയ ഒരു ലോറിക്കെടുക്കാൻ പാകത്തിന് ടൺ കണക്കിന് ഭാരമായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കതറിയാൻ പറ്റും. നിങ്ങളുടെ മുഖത്ത്, പലരുടെയും മുഖത്തൊരു സന്തോഷമില്ല. അത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴമാണ് ആ വെളിച്ചത്തെ കെടുത്തിക്കളഞ്ഞത്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന വചനം അബ്രാഹത്തോട് പറഞ്ഞില്ലേ, നീ എല്ലാ കാര്യത്തിലും അനുഗ്രഹിക്കപ്പെടും. എനിക്കത് അനുഭവമായിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. എല്ലാ കാര്യത്തിലും
ചുമ്മാ കണ്ടുകെട്ട് പോകുന്ന ഒരു കാഴ്ചക്കാരനെ കുറിച്ചോ കേൾവിക്കാരനെ കുറിച്ചോ അല്ല. വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്ന വചനം അവന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ തുടങ്ങും. അവന്റെ ജീവിതത്തിന്റെ ഇന്നുവരെ വലിച്ചിട്ട് പൊട്ടാത്ത പ്രതിസന്ധികൾ, മാറാത്ത തടസ്സങ്ങൾ ദൈവം അത്ഭുതകരമായത് മാറ്റുന്ന അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണം, ഇത് പറയാൻ പോവാണ്. ഈ പറയുന്ന വചനം എപ്പോഴാണ് അത്ഭുതം നടക്കുന്നത് അറിയാമോ? അത് നിങ്ങളിൽ വന്ന് തൊടുമ്പോഴാണ്. ദൈവവചനം മൂർച്ചയുള്ളതാണ്. അതൊരാളെ തൊടുമ്പോൾ അവിടെ മാറ്റങ്ങൾ ഉണ്ടാകും. വചനം പറയുന്നു, വചനം ജീവനുള്ളതാണ്. അത് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളിൽ ജീവനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജീവൻ എന്ന് പറഞ്ഞാൽ മാറ്റമുണ്ടാക്കാൻ തുടങ്ങും. ഒരു തരത്തിലും മാറ്റമില്ലാത്ത വ്യക്തികളിലും കുടുംബങ്ങളിലും ഈ വചനം തൊടുമ്പോൾ മാറ്റമുണ്ടാകാൻ തുടങ്ങും. ഹല്ലേലൂയ. നഷ്ടങ്ങളെ ദൈവം വചനത്തിലൂടെ പരിഹരിക്കാൻ തുടങ്ങും. പ്രതിസന്ധികളെ മാറ്റാൻ തുടങ്ങും. വിശ്വസിക്കുന്നു. ഇനി ശ്രദ്ധിച്ചോ എങ്ങനെയാണെന്ന്. ലാസർ മരിച്ചു കിടക്കുന്നു. മരിച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞു. ആ ശരീരം ചീയാൻ തുടങ്ങി. 3 ദിവസം കഴിയുമ്പോൾ ശരീരത്ത് പുഴുക്കൾ കയറാൻ തുടങ്ങും. ആ അസ്ഥിയിൽ നിന്ന് മാംസം പതിയെ ബലം വിടാൻ തുടങ്ങും. ദുർഗന്ധമുണ്ടാകാൻ തുടങ്ങും. അത് വലിയൊരു ഭീകരമായ ഒരു അവസ്ഥയാണ്. 3-4 ദിവസം കഴിയുമ്പോൾ യേശു ആ കല്ലറയുടെ വാതിൽക്കൽ വന്നു നിന്നു. അപ്പോൾ യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോൾ സഹോദരി പറഞ്ഞു, ഇപ്പോൾ ദുർഗന്ധമുണ്ടാകും, അതിപ്പോൾ ഇത്രയും ദിവസമായില്ലേ, എന്തിനാണ് ആ കല്ല് മാറ്റുന്നത് എന്ന് അഭിപ്രായത്തിൽ ചോദിച്ചു. അപ്പോൾ ആ കല്ല് മാറ്റാൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ വാക്ക്, ലാസറേ പുറത്തു വരിക എന്ന ഒരു വാക്ക്, ഒരു വചനം യേശുവിൻ്റെ അധരത്തിൽ നിന്ന് വന്നു. അതെവിടെ പോയി തൊട്ടു? അത് കല്ലറയ്ക്കകത്ത് അടക്കിയിരിക്കുന്ന ചീയാൻ തുടങ്ങിയ ലാസറിന്റെ ശരീരത്തെ തൊട്ടപ്പോൾ അവിടെ നടന്നത്, കയറി ചെന്നത് ആ വചനത്തിലൂടെ ഒരു ജീവനാണ് വെളിപ്പെട്ടു വന്നത്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചോ? ഇത് മരിച്ചു കിടക്കുന്ന ഒരു വിഷയത്തിൽ ദൈവത്തിന്റെ വചനം തൊട്ടപ്പോൾ ലാസർ ആരോഗ്യമുള്ള ഒരാളായി ആ ഒരു കൂട്ടായ്മയിലേക്ക് ഇറങ്ങിച്ചെന്നു. എങ്ങനെയാ ഈ മാറ്റം ഉണ്ടായത്? മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ വന്ന് ചികിത്സിച്ചപ്പോഴല്ല, പിന്നെയോ യേശുവിൻ്റെ വാക്ക് അവിടെ ചെന്ന് തൊട്ടപ്പോഴാണ് ആ മരിച്ച അവസ്ഥ മാറി ജീവനുള്ള അവസ്ഥ വന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ വചനം കേൾക്കുന്ന നിങ്ങൾ പറയും, എൻ്റെ സാമ്പത്തിക മേഖല മരിച്ചതിന് തുല്യമാണ്. എൻ്റെ സാമ്പത്തിക മേഖല 1 രൂപ എടുക്കാനില്ലാത്തൊരു വിഷമത്തിലാണ് ഞാൻ. എവിടെയോ പെട്ടുകിടക്കുന്ന, കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ജീവനില്ല, അത് മരിച്ചു കിടക്കുന്നത് പോലെയാണ്. നാളുകളായി ഞാൻ മുമ്പേ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ കടം വീട്ടാൻ വേണ്ടി അപ്പുറത്തുനിന്ന് വേറെ കടം മേടിക്കുന്നു, ആ കടം വീട്ടാൻ വേണ്ടി വേറൊരു കടം മേടിക്കുന്നു. എല്ലായിടത്തും കടം, ലോണ്, ജപ്തി, പ്രശ്നം. അവിടെ ജീവനില്ലാത്തത് കൊണ്ടാണ്. അവിടെ ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം, ആ പ്രതിസന്ധിയിൽ നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ, ആ വചനത്തിന്റെ ശക്തി ആ വിഷയത്തിൽ തൊടുമ്പോൾ നിങ്ങൾ അതിൽ ഒരു മാറ്റം അനുഭവിക്കാൻ തുടങ്ങും. അതിലൊരു ലോക്ക് അഴിയുന്ന, ഒരു അൺലോക്ക് ആകുന്ന, ഒരു പൂട്ടിയ താക്കോൽ അല്ലെ പൂട്ടിയ ഒരു പൂട്ട് താക്കോല് കൊണ്ടിട്ട് അത് അൺലോക്ക് ആകുന്നത് പോലെ അതിന്മേൽ ഒരു വിടുതൽ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. എപ്പോഴാണ്? ജീവനുള്ള വചനം ചെന്ന് തൊടുമ്പോൾ. ഒന്ന് കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ ചില ആളുകളുടെ കുടുംബ ജീവിതം ചത്തതാണ്. എന്നിട്ട് അവർ പറയുന്നു എൻ്റെ കുടുംബ ജീവിതം മുടിഞ്ഞ ജീവിതമാണെന്ന്. അവരവരുടെ വിഷമത്തിൽ നിന്ന് പറഞ്ഞ വാക്കാണ്, പറയാൻ കൊള്ളുന്ന വാക്കല്ല. അവർ പറയും എൻ്റെ കുടുംബ ജീവിതം ഒരു മുടിഞ്ഞ കുടുംബമാണ്, വീടാണ്, ചത്തതിനൊത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, എങ്ങനെ? ഒരു സമാധാനമില്ല. നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സമാധാനമില്ല, മുടിഞ്ഞ വീടാണ്, മുടിഞ്ഞ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ആരുടെയെങ്കിലും അവസ്ഥ മാറിയതായി നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ? ഒരാളുടെയും അവസ്ഥ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് മാറിയിട്ടില്ല. ലാസർ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോഴല്ല മാറ്റമുണ്ടായത്. ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നും പറഞ്ഞ് പരാതി പറഞ്ഞപ്പോഴല്ല, വിശ്വാസത്തിന്റെ വാക്കുകൾ, വചനങ്ങൾ ചെന്നപ്പോഴാണ് അവസ്ഥകൾക്ക് മാറ്റമുണ്ടായത്. ഒരു കാര്യം ശരിക്കും പറയട്ടെ, ഏതവസ്ഥയിലാണ് നിങ്ങൾക്ക് മാറ്റം വരേണ്ടത്? ഈ കേൾക്കുന്ന വചനം നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ ഏറ്റെടുത്താൽ,
നിങ്ങളുടെ കുടുംബമോ ജീവിതമോ പഴയ അവസ്ഥയിൽ തുടരാൻ ദൈവം സമ്മതിക്കില്ല. ആമേൻ. സമ്മതിക്കില്ല. അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. ലാസർ മരിച്ച് കുഴിയിൽ പെട്ടിക്കകത്താക്കി അടക്കി സീൽ ചെയ്ത് കലറയാണ്. യേശുവിൻ്റെ വചനം അവിടെ തൊട്ടപ്പോൾ അതിൽ നിന്ന് പുറത്തു വന്നത് പ്രതീക്ഷയ്ക്ക് അത്ഭുതമായൊരു കാര്യമാണ്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യം. ഒരു മെഡിക്കൽ കോളേജിനോ ഒരു ഡോക്ടർമാർക്കോ ചെയ്യാൻ പറ്റാത്ത അസാധാരണ കാര്യം ചെയ്തു. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു പ്രഭാഷണമായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ട. ഇന്നത്തെ പ്രാർത്ഥനയ്ക്കുള്ള വിടുതലായി ഇത് കേട്ടെ. എൻ്റെ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഇന്ന് തൊടണം. എൻ്റെ കുടുംബജീവിതം ഇന്ന് അങ്ങനെയാണ്, സാമ്പത്തികം അങ്ങനെയാണ്, മക്കൾ ഏകദേശം ആ രീതിയിലാണ്. ചില രീതികളെ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ജീവനുള്ള വചനം തൊടുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ജീവനില്ലാത്ത സ്ഥാനത്തൊരു ജീവനാണ്, ഒരു മാറ്റമാണ്. ഈ വാക്ക് ശ്രദ്ധിച്ചേ, അവസ്ഥകൾക്ക് മാറ്റം വരും. എന്താ പറഞ്ഞത്? അവസ്ഥകൾക്ക്. എൻ്റെ അവസ്ഥ അച്ഛൻ അറിയത്തില്ല, എൻ്റെ അവസ്ഥ ഇവിടെ ആർക്കും അറിയില്ല. എൻ്റെ അവസ്ഥ അങ്ങനെ ഓരോരുത്തർക്കും മൈക്ക് കൊടുത്താൽ എല്ലാവരും പറയും എൻ്റെ അവസ്ഥ ഇതാണ്. അവസ്ഥകൾക്ക് മാറ്റം വരാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്, ഈ വചനത്തിന് പവറുണ്ട്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരം ഉയർത്തി വിശ്വാസത്തോടെ നാമേ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതേ വചനം വായിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 18-ാമത്തെ വാക്യം, യേശുവിൻ്റെ വചനം ഒരു മരത്തെ പോയി തൊട്ടു, ഒരു വൃക്ഷത്തെ തൊട്ടു. എന്താ ഹെഡിങ്? അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. ഒരു അത്തിവൃക്ഷം അവിടെ നിൽക്കുന്നത് കണ്ടു, നിറയെ ഇലകൾ, നല്ല വലുപ്പമുള്ള ഒരു മരം. യേശു ഒരു വചനം പറഞ്ഞു, ഇനി മേലാൽ നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ. ആ വാക്ക് ആ മരത്തിൽ തൊട്ടപ്പോൾ അത് ഉണങ്ങിപ്പോയി. ഉണക്കേണ്ടതിനെ ഉണക്കാൻ, ജീവിപ്പിക്കേണ്ടതിനെ ജീവിപ്പിക്കാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്, ഈ വചനത്തിന് കഴിവുണ്ട്, ഈ വചനത്തിന് അതിന് മാത്രം. അത് വിശ്വാസത്തിൽ ഉൾക്കൊണ്ടാൽ നിങ്ങളുടെ ജീവിതം നാളെ ഒരു സാക്ഷ്യമായി ദൈവം മാറ്റിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊന്നും അധികം പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു പാട്ട് പാടി എന്തൊക്കെയോ ഒന്ന് പ്രാർത്ഥിച്ചു, കുറേ വചനങ്ങൾ, 100 വചനങ്ങൾ അരമണിക്കൂർ കേട്ടു, എന്നതാണെന്നൊരു ഓർമ്മയില്ല, നമ്മൾ അങ്ങ് പോകുന്നു. ഇതങ്ങനെയല്ല. ഒരു വചനം തന്നെ പലപായി വിഭജിച്ച് ഒരപ്പം മുറിച്ച് കൊടുക്കുന്നത് പോലെ വചനം മുറിച്ച് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരായി നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പുന്നത് പോലെ വിളമ്പുകയാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ അറിയാൻ പറ്റും ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ ഈ സമൂഹത്തിൽ നടക്കുന്നത്. ദൈവം നിങ്ങളെ തൊടുന്നത് വിശ്വാസത്തിൻ്റെ കണ്ണിൽ കാണാൻ പറ്റും. ഇത് ഒരു പ്രോഗ്രാം നടക്കുന്ന ഒരു സദസ്സല്ല, ഒരു പഞ്ചായത്തിൻ്റെ ഓഡിറ്റോറിയം അല്ല ഇത്. കാര്യം ഇതിന് മാത്രം വലിയ ഭംഗിയൊന്നും ഈ സ്ഥലത്തില്ലെങ്കിലും ദൈവപ്രവർത്തികൾ അത്ഭുതകരമായി നടന്ന ഒരു സ്ഥലമാണ്. ദൈവത്തിൻ്റെ ഇടപെടലുകൾ നടന്ന സ്ഥലമാണ്. ദൈവപ്രവർത്തികൾ അത്ഭുതകരമായി സംഭവിച്ചിട്ടുണ്ട്. ദൈവപ്രവൃത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങൾ ഈ റോഡ് കിടന്നങ്ങോട്ട് പോകുമ്പോഴേ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ വചനങ്ങൾ ഒരു കേൾവിക്കാരനെ പോലെ കേട്ടാൽ ഇത് നമ്മുടെ വീട്ടിലെത്തുന്നതിന് മുമ്പ് മറന്നു പോകും. നമ്മളോർക്കും എന്താണോ ഇത് കേട്ടത്. ഈ വചനം മറക്കാനാവാത്ത വിധത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വയ്ക്കണം. എന്നിട്ട് നിങ്ങളുടെ സാഹചര്യങ്ങളെ ഈ വചനം കൊണ്ട് പരിഹരിക്കാൻ പഠിക്കണം. അത് വലിയൊരു കാര്യമാണ്. അത് വചനത്തിലൂടെ നിങ്ങളോട് ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നടക്കേണ്ട ഒരു കാര്യം, വേഗത്തിൽ നടക്കാൻ എന്തു ചെയ്യണം? ദൈവത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. നമുക്കിപ്പോൾ ചിന്തിക്കുകയാണ് ഒരു കാര്യം, ദൈവം അതൊന്നും ഇനി നടക്കാൻ സാധ്യതയില്ല. വേഗത്തിൽ നടത്താൻ ദൈവത്തിന് പറ്റുമോ? ഒരാൾ നിങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അടുത്ത വർഷം ചിലപ്പോൾ ശരിയാകും. അത് 10 ദിവസം കഴിഞ്ഞ് ശരിയാക്കി തരാൻ ദൈവത്തിന് സാധിക്കും. കാനായിലെ കുടുംബത്തിൽ മുന്തിരിയുടെ ജ്യൂസാണോ തീർന്നു പോയത്, വൈനാണോ തീർന്നു പോയത്? വൈനാണ് തീർന്നു പോയത്. നമ്മളിവിടെയുള്ള ഒരു ബേക്കറി ചെന്ന് വൈൻ വേണമെന്ന് പറഞ്ഞാൽ അവർ തരത്തില്ല. ജ്യൂസ് വേണം, ഒരു മുന്തിരിയുടെ ഒരു ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ അവരവിടെ നിന്നൊരു 10 മുന്തിരി ആ മിക്സിക്കകത്തിട്ട് അരച്ച് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് നല്ല ഒന്നാന്തരം ജ്യൂസ് തരും.
വൈൻ ഉണ്ടാകണേ എത്ര നാൾ വേണമെന്നറിയാമോ? അത് മാസങ്ങളെടുക്കുമ്പോഴേ അത് നല്ല വീഞ്ഞാകത്തുള്ളൂ. കാലപ്പഴകുന്നതനുസരിച്ച് അതിൻ്റെ വിലയും വീര്യവും കൂടുന്നത്. അപ്പോൾ കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞാണ് തീർന്നു പോയത്. മിക്സിക്കകത്തിട്ട് അരച്ച് കലക്കി തരുന്ന മുന്തിരിയുടെ ജ്യൂസല്ല. ജ്യൂസാണ് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. പിന്നെ എങ്ങനെയാണ് ഈ 10 മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങൾ പരിഹരിച്ചത്? നാളുകൾ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യത്തെ ആ കുടുംബത്തിൽ ദൈവം വേഗത്തിലാക്കി. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കൂ, ആരൊക്കെയോ പറഞ്ഞു, ഇനി എൻ്റെ കൊച്ചിൻ്റെ കല്യാണമൊക്കെ നടക്കും, ഇനി ഇത്ര ആൾ കഴിഞ്ഞ് നടക്കുള്ളൂ, വീട് പണിയോ അത് ഇപ്പോഴൊന്നും പൂർത്തിയാകത്തില്ല, ഇങ്ങനെ 100 കാര്യങ്ങളുണ്ടാകും. അതിനെ വേഗത്തിലാക്കാൻ നമ്മൾ ഇതുപോലെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ദൈവത്തോട് പറയുകയാണ്, എൻ്റെ ഈ കാര്യങ്ങളെ വേഗത്തിൽ എനിക്ക് ചെയ്തു തരണമേ. കാരണം ഞങ്ങൾ ബൈബിളിൽ അങ്ങനെ കാണുന്നു, വേഗത്തിൽ. യേശു പറഞ്ഞില്ലല്ലോ ഒരു 4-5 മാസം കഴിയാതെ ഒന്നും നടക്കത്തില്ല, ഒരു 10-100 ദിവസം കഴിയാതെ വീഞ്ഞൊന്നും ഉണ്ടാകത്തില്ല. ഒന്നുമല്ല പറഞ്ഞത്. വീഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ പോയി വായ്പ മേടിച്ചുകൊണ്ട് വന്നതുമല്ല, ആ വെള്ളത്തിൽ നിന്ന് വീഞ്ഞുണ്ടാക്കി അത്ഭുതത്തെ ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒത്തിരി കാര്യങ്ങൾ വേഗത്തിലാക്കി തിരിച്ചു തരും. ഈ വ്യക്തിയൊന്നും മാറി ഒരു നല്ല മനുഷ്യനാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ലെന്ന്. പക്ഷേ അദ്ദേഹം മാറിയിരിക്കുന്നു. വേഗത്തിൽ ആ വ്യക്തിയെ മാറ്റാൻ, വേഗത്തിൽ ആ കുടുംബത്തെ മാറ്റാൻ എല്ലാം ദൈവത്തിന് സാധിക്കും. ദൈവത്തിന് സാധിക്കും. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. സംഖ്യയുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ്. സംഖ്യയുടെ പുസ്തകം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നൊരു വാക്കാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് അഹറോൻ്റെ കയ്യിലുള്ള ഒരു വടിയെക്കുറിച്ചാണ്. എന്തിനെക്കുറിച്ചാണ്? ഒരു വടി, ഒരു മരത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്ന കമ്പാണ് ഒരു വടിയായി മാറുന്നത്. അത് ജീവനില്ലാത്തതാണ്, അതിന് വേരുകളില്ല, അതൊരു ചെടിയല്ല, അതിന് ഇലയില്ല, ഒരു കമ്പ് മാത്രമാണ്. അങ്ങനെ ഒരു കമ്പിനെ ദൈവം എന്തു ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ കയ്യിലിരിക്കുന്ന വടി എന്തു ചെയ്യും? തളിർക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്നതിനെ തളിർപ്പിക്കാൻ ദൈവത്തിന് പറ്റും. ചിലർ പറയും, ഞാൻ ഒത്തിരി പഠിച്ചു, എനിക്കൊരു ജോലിയും കിട്ടിയില്ല, അത് തളിർത്തില്ല. ഞാൻ ബിസിനസ്സൊക്കെ ചെയ്യാൻ വലിയ മിടുക്കനാണ്, പക്ഷെ എല്ലാം കടമാണ്. നിന്റെ കയ്യിലുള്ളതിനെ വളർത്തുന്നത് ദൈവമാണ്. നമ്മൾ വലിയ മിടുക്കന്മാരാണെന്ന് പറയുന്ന പലരും എവിടെയും എത്തിയിട്ടില്ല. നിങ്ങൾ നോക്കിക്കോ, നമ്മൾ വലിയ കേമന്മാരാണ്, കൊമ്പന്മാരാണ്, പുലിയാണ് എന്ന് പറയുന്ന പലരും ഇന്ന് മൂക്കുകയറുള്ള പശു വട്ടം കറങ്ങുന്നത് പോലെ പല സ്ഥലത്തും വട്ടം കറങ്ങുകയാണ്. എന്നാൽ ഇവരൊന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ചവരെ ദൈവം വല്ലാതെ വളർത്തി. ദൈവത്തിനൊരു കഴിവുണ്ട്, വളരാൻ സാധ്യതയില്ലാത്തൊരു കമ്പിനെ പോലും വളർത്താൻ പറ്റും. നിങ്ങളതുകൊണ്ട് വിധി പറയരുത്, ഇനി എനിക്ക് വളർച്ചയുണ്ടാകില്ല. ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു ആയുധമായി മാറുവാണ്. ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ജീവിതമായാൽ നിന്റെ ജീവിതം ഉണങ്ങുകയല്ല ചെയ്യുന്നത്, അതിന് തളർത്ത് വരും. വെറുതെ ഒരു തളർക്കലല്ല. അടുത്ത വാക്യം വായിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്കെതിരായുള്ള ഇസ്രായേൽ ജനത്തിന്റെ പിറുപിറുപ്പ്. എന്താ പിറുപിറുപ്പ്? ഇതൊരു വടിയല്ല, ഇതെന്താ ശരിയാകാനാ, എങ്ങനെ ശരിയാകാനാ, ഇത് കിളിർക്കാനാ, ഒന്നും ശരിയാകാൻ പോകുന്നില്ല, നീ നശിച്ചു പോകത്തേ ഉള്ളൂ, നീ ഗതി പിടിക്കത്തില്ല. ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ ആളുകൾ കേട്ട് മുരടിച്ചിരിക്കുന്ന മനസ്സുള്ളവരുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പക്ഷെ നിങ്ങളോടാ പറയുന്നത്, നിന്റെ ജീവിതം ദൈവം വളർത്തും. തളിർത്തു വളരും. ഒരു മരമൊക്കെ തളിർത്തു വളരുന്നത് കണ്ട് അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നിന്റെ ജീവിതത്തെ അങ്ങനെ വളർത്താൻ ദൈവത്തിന് സാധ്യമാണ്. എവിടെയാ ഉണങ്ങിപ്പോയത്? ഉണങ്ങിപ്പോയതിനെ വളർത്താൻ നമ്മൾ പുറത്തു കിടന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയല്ല, ചെയ്യേണ്ടതുപോലെ വിശ്വാസത്തിൽ ചെയ്താൽ മാറ്റങ്ങൾ സാധ്യമാണ്, അന്നും ഇന്നും. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ്, ആ വടി എന്തു ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. 6-ാമത്തെ വാക്യം, എല്ലാ ഗോത്രത്തലവന്മാരും ഗോത്രത്തിന് ഒരു വടി എന്ന കണക്കിൽ 12 വടി മോശയ്ക്ക് കൊടുത്തു. അഹറോന്റെ വടി മറ്റു ചെടികളോടൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ വടി എവിടെ കൊണ്ടുപോയി വെച്ചു എന്ന് എഴുതിയിരിക്കുകയാണ്. സാക്ഷ്യകൂടാരത്തിന്റെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഇത് വച്ചു. ഒരു വടി കൊണ്ട് വച്ചു. നമ്മളാണ് ബുദ്ധിയുള്ളവർ പറയില്ലേ, പിന്നെ ഒരു വടി അപ്പുറത്ത് അവിടെ കൊണ്ട് ആ പറമ്പിൽ കൊണ്ട് നട്, എന്നാലേ കിളുക്കുള്ളൂ. ഈ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ വടി കിളിർക്കുമോ? നിങ്ങൾ എഴുതിയിട്ട നിയോഗം ഈ വടിയുടെ സ്ഥാനത്താണ് ഞാൻ വിശ്വസിക്കുന്നത്. നാളെ നിങ്ങൾ അധരങ്ങൾ കൊണ്ട് പറയുന്നത് ആ വടി തളിർത്തുന്ന, ആ
ആ നിയോഗം സാധിച്ചു എന്നാ, ആ കുടുംബത്തിൽ അത് വിടുതലായെന്നാ. അത് നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ചുമ്മാ ഒരു ഭംഗിയായിട്ട് ഇവിടെ കിടന്ന് കാറുകയും കൂവുകയും ബഹളം വെക്കുമല്ല. ഇത് എഴുതി വെച്ച് ദൈവസന്നിധിയിൽ അതുപോലെ എൻ്റെ വീട്ടിലെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഈ പ്രിയപ്പെട്ട ജനത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തുകയാണ്. ഞാൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അത് കിളിർക്കാതിരിക്കില്ല, അത് വളരാതിരിക്കില്ല. വിശ്വസിച്ചൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം നോക്കിക്കോ, വേഗത്തിൽ ചെയ്യാണ്. ഒരു വടി കൊണ്ടുവച്ചു. 8-ാമത്തെ വാക്യം. പിറ്റേ ദിവസം. എത്ര മാസം കഴിഞ്ഞിട്ടാണ്? ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ഒറ്റ രാത്രി കഴിഞ്ഞ് നേരം വെളുത്തപ്പോ പിറ്റേ ദിവസം മോശ സാക്ഷ്യകൂടാരത്തിലേക്ക് ചെന്നു. മോശ ഇന്നലെ വെച്ച ആ വടിയുടെ അടുത്ത് ചെന്നു. എന്തായെന്ന് അറിയാൻ വേണ്ടി ചെന്നു. ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹറോന്റെ വടി മുള പൊട്ടി. അപ്പോൾ അത് നമ്മൾ ഓർക്കും അത്രേ ഉള്ളെന്ന്. അത്രയല്ല എഴുതിയിരിക്കുന്നു. നോക്കൂ, മുള പൊട്ടി, പൂത്തു തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു. ഒറ്റ രാത്രി കൊണ്ടോ, ഒരു ദിവസം കൊണ്ട് ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരോ ഇവിടെയുള്ള ഏതെങ്കിലും ഗവേഷണ ഫാമിലുള്ള ആരെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? അതിനൊക്കെ ഒരു സമയം വേണം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, വേഗത്തിൽ ചെയ്തു തരാൻ ദൈവത്തിന് സാധിക്കും. ഒത്തിരി പേർക്ക് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അടുത്ത മാസം ശരിയാകണമെന്നല്ല. ദൈവമേ, ഇന്ന് എൻ്റെ കാര്യങ്ങൾ പരിഹരിച്ചു തരണമേ. നാളെ ആ പലിശ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇന്ന് എനിക്ക് പരിഹരിക്കേണ്ട കാര്യമാണ്. വേഗത്തിൽ ദൈവം ചില അത്ഭുതങ്ങൾ നിങ്ങളെ ചെയ്തു തരും. ബൈബിളിൽ അതിന് അടിസ്ഥാനങ്ങളുണ്ട് എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു മരം ബദാം പഴം കായ്ച്ച് പൂത്ത് കായ്ച്ച് പഴങ്ങൾ പറിച്ച് എടുക്കണമെങ്കിൽ എത്ര വർഷം വേണം? മിനിമം 3-4 വർഷം വേണം. ഇതെത്ര ദിവസം? 3-4 വർഷം കൊണ്ട് നടക്കേണ്ടതിനെ ദൈവം എത്ര നേരം കൊണ്ടാണ് ചെയ്തേ? ഒറ്റ ദിവസം കൊണ്ട്. ഒരു കാര്യം പറയട്ടെ, ഒരു നിമിഷം കൊണ്ട് നിന്റെ ജീവിതത്തെ മാറ്റാൻ, ഒരു ദിവസം കൊണ്ട് നിന്റെ ഭാവി മാറ്റാൻ, നിന്റെ ഭാവി മാറാൻ ഒറ്റ ഇമെയിൽ വന്നാൽ മതി എന്നാ പറയും. ഒരാൾ പറഞ്ഞു, ഒരൊറ്റ വാട്സപ്പിൽ ഒരു കോള് വന്നാൽ മതി. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഒറ്റ കോള് മതി, ഒരു മെസ്സേജ് മതി, ഒരാളോടൊരു ബന്ധം മതി. ഒരു ദിവസം കൊണ്ട് നിന്റെ ഭാവിയെ അനുഗ്രഹമുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കാൻ ദൈവത്തിന് സാധിക്കും. വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ടതിനെ ലോകത്തിൽ ആർക്കും ഇങ്ങനെ വേഗത്തിലാക്കാൻ പറ്റില്ല. പക്ഷേ ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വേഗത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങളിന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാ ആഴ്ചകളിലും ഇവിടെ വരാൻ നിങ്ങൾക്ക് ദൂരെ നിന്ന് വന്നവർക്ക് സാധിക്കത്തില്ല. ഈ സമീപത്തുള്ളവരൊക്കെ ആണ് മിക്ക വെള്ളിയാഴ്ചകൾ വരാൻ കഴിയുക. ദൂരെ നിന്ന് വന്നവരും സമീപസ്ഥർ നിങ്ങൾ തീരുമാനിക്കണം, ഞാൻ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ഇനി ഞാൻ വരുന്നത് അങ്ങനെ ഒരു സാക്ഷ്യമായിട്ടായിരിക്കും. ഞാൻ വരുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന കിളിർത്തു എന്ന് പറയാനും, എൻ്റെ പ്രാർത്ഥന വളർന്നുവെന്ന് പറയാനും, എൻ്റെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായി എന്ന് പറയാനും നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ വരാനിടയാകണം. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ഇന്ന് സമയം ഉച്ച കഴിഞ്ഞ് അങ്ങ് പോകുമ്പോഴും നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവസാനിക്കുകയില്ല. നിങ്ങൾ എഴുതി തന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി എല്ലാം സത്യസന്ധമായി ദൈവത്തെ വിളിക്കുമ്പോൾ അതിനെ വളർത്താനും പുഷ്പിപ്പിക്കാനും അതിനെ ഫലം കായ്പിക്കാനും ദൈവത്തിന് സാധിക്കും. ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ കേൾക്കുന്ന വചനം ഞാൻ കേട്ടു, അത് സാധാരണ പോലെ ഓർത്തു മറന്നുപോയല്ല. നിങ്ങളത് നിങ്ങളുടെ ഭവനത്തിൽ അത് വിശ്വാസത്തിൽ പറയണം. വിശ്വാസത്തിൽ എന്തിനോട് പറയുന്നോ ആ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിക്കണം, പരിശോധിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഇതെനിക്കും അറിയാൻ പാടില്ലായിരുന്നു. എനിക്കും ഇതൊന്നും വലിയ ഗ്രാഹ്യമുള്ള കാര്യമൊന്നുമല്ല. സ്കൂളിലോ കോളേജിലോ പോയി പഠിച്ചതല്ല. ജീവിതാനുഭവങ്ങളും ഈ പുസ്തകവും പഠിപ്പിച്ചതാണ് ഈ സാക്ഷ്യങ്ങളൊക്കെ. ഇത് എവിടെയല്ലോ കിടക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു. എൻ്റെ പ്രസംഗത്തിൻ്റെ ഗുണം കൊണ്ടോ ഞാൻ നല്ലൊരു വീട്ടിൽ ജനിച്ചത് കൊണ്ടോ ഒന്നുമല്ല. ഞാൻ നിൽക്കുന്നത് ഒരു നിയോഗത്തിലാണ്. നിങ്ങളിൽ ഒരാളായി മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. അസാധാരണമായ ഒന്നും എന്നിലില്ല. പക്ഷെ ഈ കേൾക്കുന്ന വാക്കുകൾ മരിച്ചവനെ പോലും ഉയർപ്പിക്കാൻ കഴിവുള്ളവൻ്റെ വാക്കാണ്. മരിച്ചവൻ പുഴുവായി കിടന്ന് ശവക്കല്ലറയിൽ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് അടക്കിയതാ ലാസറിനെ. ആര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇവൻ പുറത്തു വരുമെന്ന്. നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് നിങ്ങളും പറയും, എൻ്റെ കാര്യമൊന്നും ഇനി ശരിയാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കരുത്. മരിച്ചുപോയവനെ അടക്കി സീൽ ചെയ്ത കല്ലറയുന്ന ദൈവം ഇപ്പോൾ ഒരാളെ പുറത്തു കൊണ്ടുവന്നത്. അത്രയും വലിയ കാര്യം ചെയ്യാൻ കഴിവുള്ളവന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക നിസ്സാരമാണ്. ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, നിങ്ങളുടെ അവസ്ഥകളെ നോക്കി നിങ്ങളിങ്ങനെ ചിലർ പറയും, എൻ്റെ മക്കളെ ഇങ്ങനാണ്,
എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എൻ്റെ വീട് ഇങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ തന്നെ പറയും എൻ്റെ വീട് മുടിഞ്ഞ വീടാണ്. ഏതോ ഒരു പ്രാർത്ഥനക്കാരൻ പറഞ്ഞു അത്രേ, അവിടെ എന്തോ പോക്കുവരവുണ്ടെന്ന്, എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇത് വിൽക്കാനാണെങ്കിൽ ഈ മുടിഞ്ഞ വീട് വിൽക്കാനും പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. വീടിൻ്റെ കുഴപ്പമില്ല, ഏതവസ്ഥയും മാറ്റം വരും. ഞാൻ ഈ പറയുന്ന വാക്യം ശ്രദ്ധിച്ചു വെച്ച് നിങ്ങളൊന്ന് വായിക്കണം, ഇത് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഭൂമി എങ്ങനായിരുന്നു? നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലോ ഭാവത്തിലോ സൗന്ദര്യമുള്ള അവസ്ഥയിലല്ലായിരുന്നു. എങ്ങനെയായിരുന്നു? രൂപരഹിതം എന്ന് പറഞ്ഞാൽ ഡിസോർഡർ ആയി കിടക്കുക. ഒന്നും എല്ലാം ഓർഡർ അല്ല. നമ്മൾ ചില വീട്ടിൽ ചെല്ലുമ്പോൾ കാണത്തില്ലേ, ഒന്നും അടുക്കി പെറുക്കി വെച്ചിട്ടില്ല, കസേര അവിടെ ഇട്ടിരിക്കുന്നു, പാത്രം അവിടെ എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു, ആകെ ഇവിടെ ആൾതാമസമില്ല, എന്നാ പറ്റിയാവോ നമ്മൾ ചിന്തിക്കില്ല. അതുപോലെ ഭൂമി രൂപരഹിത, എല്ലാം ചതറിക്കിടക്കുമായിരുന്നു. പിന്നെ എങ്ങനെ ഇത് ഓർഡർ ആയത്? കേട്ടോ, ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യവുമായിരുന്നു, ഒന്നുമില്ലായിരുന്നു, ശൂന്യമായിരുന്നു. ഇത് തന്നെ നിങ്ങളുടെ വീടും നിങ്ങളുടെ ജീവിതവും നോക്കുമ്പോൾ പറയും, എൻ്റെ സാമ്പത്തികം എല്ലാം തകർന്നു പോയി, എല്ലാം ശൂന്യമായി പോയി, ഞാൻ സീറോ ആയി. സാരമില്ല, ഇതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴിയാ പറയുന്നത്. ഭൂമി രൂപരഹിതോ ശൂന്യമായിരുന്നു. പിന്നെയോ ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ആഴത്തിന്റെ മുകളിൽ വ്യാപിച്ചിരുന്ന് വെളിച്ചമല്ല, അന്ധകാരം, കൂരിരുട്ട്, കട്ടിപിടിച്ച ഇരുട്ട്. എന്തൊക്കെ കേട്ടു? രൂപരഹിതം, ശൂന്യം, ഇരുട്ട്. ചിലര് അവരവരുടെ ജീവിതത്തെ നോക്കിയിട്ട് പറയും, എൻ്റെ ജീവിതം ഇന്ന് അങ്ങനെയാണ്, ജീവിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഒരാളെന്നോട് പറഞ്ഞു, എത്രയോ വാഹനങ്ങൾ ഓരോരുത്തരെ ഇടിക്കുന്നു, എനിക്ക് എന്നറിയാം ഒരു വാഹനം എന്നെ ഇടിക്കുന്നില്ലെന്ന്. വേറൊരാൾ തൻ്റെ അമ്മയോട് പറഞ്ഞു, കൈക്കുഞ്ഞായിരുന്നപ്പോൾ ഒരു കട്ടിയുള്ള ടർക്കി എൻ്റെ മുഖത്തിട്ട് എന്നെ കൊല്ലാൻ പാടില്ലായിരുന്നു അമ്മ, എന്തിനാണ് എനിക്കിങ്ങനെ ജീവിതം തന്നത്? അന്നൊക്കെ ഇതുപോലെ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലായിരുന്നല്ലോ, ആരും അറിയില്ലായിരുന്നു ഞാൻ എങ്ങനെയാ മരിച്ചു പോയെന്ന് പോലും. ഒരു നല്ല കട്ടിയായൊരു തുണി എൻ്റെ മുഖത്തിട്ടാ പോരായിരുന്നോ അന്ന് എന്നെ കൊല്ലാൻ? എനിക്കിങ്ങനെ എന്തിനാ ഒരു ജീവിതം തന്നത്? നിരാശ എന്ന് പറയുന്നതാ രൂപരഹിതമാണ്, ശൂന്യമാണ്, ഇരുട്ടാണ്. ആരൊക്കെയോ ഉണ്ട് ഇങ്ങനെ. എൻ്റെ ജീവിതം ഞാൻ ജീവിക്കണോ? ഇനി എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത്? ഞാൻ ശപിക്കപ്പെട്ടൊരു ജന്മമാണ്, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ല. സാരമില്ല, എല്ലാം ഭംഗിയാകും, എല്ലാം നല്ലതാവും. നിന്നെ സകലത്തിലും ദൈവം അനുഗ്രഹിക്കും. ഒരു കാര്യത്തിലല്ല, സകലത്തിലും. നല്ലൊരു കുടുംബജീവിതം തന്ന്, നല്ല ജീവിത പങ്കാളിയെ തന്ന്, നല്ല മക്കളെ തന്ന്, നല്ല ആരോഗ്യമുള്ള ശരീരം തന്ന്, നല്ല വരുമാനം തന്ന്, നല്ല നല്ല വഴികൾ തുറന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് ബൈബിൾ പറയുന്നു. ചിലർ പറയുന്നു നീ അനുഗ്രഹിക്കപ്പെടൂല, നിന്റെ നാള് ശരിയല്ല, നിന്റെ കൈരേഖ ശരിയല്ല, നിന്റെ കാല് ശരിയല്ല, വീട് ശരിയല്ല. അതൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നിന്നെ ദൈവം സകലത്തിലും അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞത്. മനുഷ്യന്റെ വാക്കിനേക്കാൾ വിശ്വസിക്കാൻ കൊള്ളുന്ന വാക്കാണ് ദൈവത്തിന്റെ വാക്ക്. കാരണം അതിന് ജീവനുണ്ട്. ആമേൻ. അത് നിങ്ങളിൽ ജീവൻ തരും. ഇതൊക്കെയായിരുന്നു ഭൂമിയുടെ അവസ്ഥ. ഏതൊക്കെ? രൂപരഹിതം, ശൂന്യം, ഇരുട്ട്. അപ്പം ഇവിടെ ശ്രദ്ധിച്ചോ, ദൈവത്തിന്റെ മുഖം എങ്ങനെയായിരുന്നേ? ദൈവം അതിനെ നോക്കിയിട്ട് ഇങ്ങനെയാണോ പറഞ്ഞേ, ഇതെന്നും ശരിയാകാൻ പോകുന്നില്ല, ഇത് മുഴുവൻ കലങ്ങി കിടക്കുകയാണ്, ഇത് ഞാൻ എങ്ങനെ ശരിയാക്കാനായിനി? രൂപരഹിതമായി കിടക്കുക, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇതൊന്നുമല്ല ദൈവം പറഞ്ഞത്. ഇത് ഒരിക്കലും ശരിയാകുകയെന്നല്ല ദൈവം പറഞ്ഞത്. ഇത് മുഴുവൻ ഇരുട്ടാ, ഞാൻ എവിടുന്ന് കൊണ്ടുവരും ഇതിന് മാത്രം വെളിച്ചം എന്നല്ല പറഞ്ഞത്. ദൈവം പറഞ്ഞ വാക്ക് നോക്കൂ, 3-ാമത്തെ വാക്യം. ദൈവം അരുൾ ചെയ്തു, ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. ആ അന്ധകാരത്തെ നോക്കി, രൂപരഹിതമായ സാഹചര്യം, തകർന്നു കിടക്കുന്ന സാഹചര്യത്തെ നോക്കി ഒന്നും ശരിയാകാൻ പോകുന്നില്ല, ഇത് മുഴുവൻ ഇരുട്ടാണ്, ഇതൊന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല, ഇതൊന്നും ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നല്ല പറഞ്ഞത്. വെളിച്ചം ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ കസേരയെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എൻ്റെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ, എൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ, വളർച്ചയുണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൂടെ? അത് വിശ്വാസത്തിൻ്റെ വാക്കാ. എന്നിട്ടുണ്ടായോ? വല്ലോ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്തുണ്ടായി? വെളിച്ചമുണ്ടായി. ഇല്ലാത്ത ഒരെണ്ണം അവിടെ വന്നു. അത്രയും നേരം ഇല്ലാതിരുന്നു. എന്ത്? വെളിച്ചമില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വാക്ക് ആ സാഹചര്യത്തിൽ വെളിപ്പെട്ടപ്പോൾ
അവിടെ ഇല്ലാത്തത് അവിടെ വന്നു. എന്താ നിങ്ങളിൽ ഇല്ലാത്തത്? നിങ്ങൾ പറയുന്നു ഒരു സമാധാനമില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസിച്ച് പറഞ്ഞേ, വെളിച്ചം സമാധാനം ഉണ്ടാകട്ടെ, എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ, എൻ്റെ കുടുംബത്തിൽ നന്മയുണ്ടാകട്ടെ, ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം ഉണ്ടാകട്ടെ, ഞങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാകട്ടെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമുള്ള തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ, എൻ്റെ കുഞ്ഞിന്റെ വിവാഹം നടക്കട്ടെ, ഈ രോഗസൗഖ്യം ഉണ്ടാകട്ടെ. പറ. ദൈവം ആ സാഹചര്യത്തെ നോക്കിയിട്ട് ഇതാ പറഞ്ഞത്. നമ്മളോട് ഇങ്ങനെ പറയാനാ പഠിപ്പിച്ചത്. ഇങ്ങനെ പറയരുത്, ഒന്നും ഗതി പിടിക്കൂല, ഒന്നും ശരിയാകൂല, എൻ്റെ നാള് ശരിയല്ല, എൻ്റെ ജീവിതം ശരിയല്ല, ഞാൻ ഭ്രാഗ് കിട്ടി കിടക്കുന്നവനാ, ഞാൻ ശാപം കിട്ടി കിടക്കുന്നവനാ, ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ കട്ടിയായി ഇരുട്ടിലേക്ക് പോകും. അത് പറയരുത്. നിങ്ങൾ അങ്ങനെ തോന്നിയാലും പറയണം, വെളിച്ചമുണ്ടാകട്ടെ, ഞാൻ അനുഗ്രഹം ഉള്ള ഒരാളായി മാറട്ടെ. എല്ലാം വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ അത് നിങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങും. അത് നിങ്ങൾക്കൊരു അനുഗ്രഹമാകാൻ തുടങ്ങും. ഞാൻ ഈ പറഞ്ഞത് ഒരു പ്രസംഗമായി കേട്ട് മറന്നു പോകരുത്. ഇതൊരു സത്യം പറഞ്ഞാൽ നിങ്ങൾ വ്യക്തിപരമായി മനസ്സിലിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ശരിയാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് എഴുന്നേൽക്കരുത്. ഇന്ന് ശരിയാകും. ഇന്ന് എൻ്റെ ജീവിതം അനുഗ്രഹമാകും. ഇന്ന് ഞാൻ പോകുന്ന യാത്ര അത് അനുഗ്രഹമായി മാറും. ഇന്ന് ഞാൻ കാണുന്ന വ്യക്തി എനിക്കൊരു അനുഗ്രഹമായിരിക്കും. ആ വ്യക്തിക്ക് ഞാനൊരു അനുഗ്രഹമായിരിക്കും. ഇന്ന് ഞാൻ ചെയ്യുന്ന ഇടപാടുകൾ എനിക്കൊരു അനുഗ്രഹമായിരിക്കും. ഇന്ന് എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ പരീക്ഷ എനിക്ക് അനുഗ്രഹമായിരിക്കും. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അത് ദൈവത്തിൻ വിശ്വസിച്ച് പറയുന്ന വാക്കാ, അത് ഫലം കാണും. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ, ഈ വീടിരിക്കുന്ന സ്ഥലം മോശമാ, ഇത് വിറ്റ് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോക്കോ എന്ന് പറഞ്ഞ് നിങ്ങളിത് വിൽക്കാൻ വേണ്ടി തലകുത്തി നിന്ന് പരിശോധിക്കുക. എന്തുകൊണ്ട് നിങ്ങൾ ആ സ്ഥലത്തെ നോക്കി പറയുന്നില്ല, ഈ വീട് അനുഗ്രഹമാകട്ടെ, ഈ സ്ഥലം ദൈവനാമത്തിൽ അനുഗ്രഹമാകട്ടെ? അല്ല, അപ്പുറത്തൊരു കൂടോത്രക്കാരിയിരിക്കുന്നു, അപ്പുറത്തൊരു മന്ത്രവാദിയുണ്ട്, അതുകൊണ്ട് രണ്ടുപേരും ഒരു സ്ഥലത്ത് കൂടോത്രം, ഒരു സ്ഥലത്ത് മന്ത്രവാദം ചെയ്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ നശിച്ചു കിടക്കുന്നത്. അങ്ങനെ പറയരുത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ലേ? എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്. എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ ഇന്നത്തെ ഇരുട്ട് മാറുമെന്ന്. എനിക്ക് വിശ്വാസമുണ്ട് ആ രൂപരഹിതമായ സാഹചര്യം മാറുമെന്ന്. എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാൽ അത് നിങ്ങളിൽ ആക്റ്റീവ് ആകും. അവിടെ ഒരു അനുഗ്രഹം വർഷിക്കപ്പെട്ടിരിക്കും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, അടുത്ത വാക്യം എന്താ ഇല്ലായിരുന്നത്? ദൈവം പറഞ്ഞു, അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. രണ്ടും രണ്ടാക്കി. നിങ്ങളുടെ ജീവിതത്തിൽ ചില പറയും, എൻ്റെ വീട് മുഴുവൻ സങ്കടമാണ്. സങ്കടത്തെ ദൈവം വേർതിരിക്കും, അങ്ങോട്ട് മാറ്റും. എന്നിട്ട് സമാധാനത്തെ അവിടെ ഉറപ്പിക്കും. ഇരുട്ടിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് എന്താ ഉറപ്പിച്ചത്? വെളിച്ചത്തെ ഉറപ്പിച്ചു. ഇരുട്ടിനെ നമ്മൾ നോക്കിയാൽ മാറ്റാൻ പറ്റുമോ? ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തെ ഉറപ്പിച്ചു. ഇന്ന് നിങ്ങൾ പറയുന്നു, എൻ്റെ വീട്ടിൽ ചെറിയ കാര്യത്തിന് പോലും എന്നും വഴക്കാണ്. ആ വഴക്കിനെ മാറ്റി അവിടെ ഒരു കൂട്ടായ്മ ദൈവം ഉറപ്പിക്കും. അയ്യോ, ഞങ്ങളുടെ മക്കൾ എന്താണെന്നറിയില്ല, എല്ലാം ഇങ്ങനെയാ ചിന്തിക്കുന്നത്, ഈ രീതിയിലാണ്, എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല, എനിക്കൊരു ഭയം തോന്നുന്നു. ആ സ്ഥാനത്ത് ദൈവം അനുഗ്രഹത്തെ ഉറപ്പിക്കും. അത്രയും നേരം ഇരുട്ടായിരുന്ന സ്ഥാനത്ത് ദൈവം വെളിച്ചത്തെ ഉറപ്പിച്ചു. ഇന്ന് നിങ്ങൾ പറയുന്നു നഷ്ടമാണ്, സാമ്പത്തികമായി പ്രതിസന്ധിയാണ്, രോഗമാണ്, കഷ്ടകാലമാണ്, എന്തു ചെയ്യണമെന്നറിയില്ല. അതിനെ ദൈവം വേർതിരിക്കും. അതിനെ ദൈവം അവിടുന്ന് വേർതിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പറയുന്നു ഒന്നിന് പുറകെ ഒന്നായി പരാജയമാണ്, പരാജയത്തെ ദൈവം അവിടുന്ന് മാറ്റും. ഒന്നിന് പുറകെ ഒന്നായി തകർച്ചയാണ്, തകർച്ചയെ ദൈവം അവിടുന്ന് വേർതിരിക്കും. എനിക്ക് ഒന്നിന് പുറകെ ഒന്നായി രോഗങ്ങളാണ്, രോഗത്തെ ദൈവം അവിടെ നിന്ന് വേർതിരിക്കും. ആരോഗ്യത്തെ ദൈവം ഉറപ്പിക്കും, സൗഖ്യത്തെ ദൈവം ഉറപ്പിക്കും. വിശ്വസിച്ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ വാക്കാണ്. ഞാൻ ഇങ്ങനെ ചിന്തി പഠിക്കുകയായിരുന്നു. ഇരുട്ട് പിടിച്ച, കട്ട പിടിച്ച ഇരുട്ട്, രൂപരഹിതമായ അന്തരീക്ഷം, എല്ലാ ഡിസോർഡർ, അതിനെ നോക്കിയിട്ട് ദൈവം ഇങ്ങനെ പറഞ്ഞില്ല, ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നല്ല പറഞ്ഞത്. ഉണ്ടാകട്ടെ. അത് വിശ്വാസത്തിൻ്റെ വാക്കാണ്. ഇന്ന് ആരാധനയുടെ സമയത്തും പ്രാർത്ഥിക്കുന്ന സമയത്തും ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. കർത്താവ് എഴുതിയിട്ടിരിക്കുന്ന പ്രാർത്ഥനകളിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇതേ ജോലിയില്ലെന്ന് പറഞ്ഞ് എഴുതിയിട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അവർക്ക് ജോലി ഉണ്ടാകട്ടെ. അതെൻ്റെ കഴിവിലല്ല, ദൈവത്തിൻ്റെ വാക്ക് പറയുകയാണ് അവിടെ. ദൈവമേ, ആ കുടുംബം തകർന്നു നിൽക്കുകയാണ്, ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, ആ കുടുംബത്തെ സന്തോഷത്തിൽ കൊണ്ടുവരട്ടെ എന്ന് ദൈവത്തിൻ്റെ വാക്ക്. ബൈബിളിൽ ഒരു വാക്കുണ്ട്, നല്ലത് മാത്രം പറഞ്ഞാൽ നിന്റെ നാവ്. ജെറമിയ 20:15 അല്ലേ? ജെറമിയ 20:15 അല്ലേ? 15:10 എന്താ പറഞ്ഞത്? നീ സത്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയാകും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നീ പറഞ്ഞ വാക്ക് ദൈവത്തിൻ്റെ വാക്ക് പോലെയാവും. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് പറയണം, നീ അനുഗ്രഹിക്കപ്പെടും,
നീ നല്ല നിലയിലെത്തും, നിന്റെ ജീവിതം അനുഗ്രഹമായി മാറും എന്ന് പറയണം. അത് ഒരു ദിവസം, വർഷത്തിൽ ഒരു ദിവസം പറഞ്ഞു പോകരുത്, എല്ലാ ദിവസവും അത് പറയണം. നിങ്ങൾ പറയുന്നത് അവരിൽ അനുഗ്രഹമായി അത് വളർന്നുകൊണ്ടിരിക്കും. ആ ബദാം മരത്തിന്റെ കമ്പ് തളിർത്തതുപോലെ ദൈവം അവരുടെ ജീവിതത്തെ വളർത്തുന്ന അനുഭവങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങൾക്കത് അനുഗ്രഹമാകും. ഇനി അടുത്ത വാക്യം ഇങ്ങനെ ഓരോ കാര്യത്തിലും ദൈവം പറഞ്ഞിട്ടുണ്ട്. 6-ാമത്തെ വാക്യം ദൈവം അരുളി ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ, ജലത്തെ രണ്ടായി തിരിക്കട്ടെ. എല്ലാം അങ്ങനെയാ പറയുന്നത്. 1-ാം അധ്യായം അങ്ങനെ ഒരു 1-ാം അധ്യായം ഈ ആദ്യ വെള്ളിയാഴ്ച തുടങ്ങുവാണ്. ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ, സമ്പത്തുണ്ടാകട്ടെ, ദാരിദ്ര്യം മാറിപ്പോകട്ടെ, ആ വഴക്ക് മാറിപ്പോകട്ടെ. സകലത്തിലും ദൈവം അനുഗ്രഹിക്കുന്ന ഒരു അനുഭവം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ വിഷയത്തെ വെച്ച് ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അല്ലെങ്കിൽ ഇത് മറന്നു പോകും, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട്. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ച് ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് എഴുതി സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെ ഓർക്കുകയാണ്. ഉണ്ടാകട്ടെ എന്ന വാക്കാണ് ദൈവം ഈ സാഹചര്യത്തെ നോക്കിയിട്ട് പറഞ്ഞത്. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യത്തെ നോക്കിയിട്ട് എന്നാ പറയുന്നത്? ഓ, എൻ്റെ തലേവിധി, ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല, എൻ്റെ വീടോ വീട്ടുകാരോ ഒന്നും എന്തോ ഭാഗ്യക്കേടുള്ളവരാണ്. അയ്യോ സുഹൃത്തെ, അങ്ങനെ പറയരുത്. ദൈവം നിന്നോട് പറയുന്നു, എന്ത് രൂപരഹിതമായി കിടക്കുകയാണേലും, ശൂന്യമായി കിടക്കുവാണേലും, ഇരുട്ട് ബാധിച്ച നിലയിലാണേലും, ഒരു വാക്ക് നീ ആ സാഹചര്യത്തിൽ ദൈവത്തിന്റെ വചനം പറയണം. ഇവിടെ സമാധാനം ഉണ്ടാകട്ടെ. ഇന്ന് നിങ്ങൾ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലും. ചിലപ്പോൾ വൈകുന്നേരം 8 മണിക്കായിരിക്കും, 9 മണിക്ക്, അല്ലെങ്കിൽ രാവിലെ ആയിരിക്കും എത്തുന്നത്. നിങ്ങൾ ചെല്ലുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം മനസ്സിലെങ്കിലും പറയണം, ദൈവം എൻ്റെ വീട് അനുഗ്രഹം ഉണ്ടാകട്ടെ, എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹമാകട്ടെ, എൻ്റെ വീടിരിക്കുന്ന സ്ഥലം അനുഗ്രഹമാകട്ടെ, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകട്ടെ. ഞാൻ വിശ്വസിക്കുന്നു, നീ ദൈവത്തിന്റെ വാക്കനുസരിക്കുമ്പോൾ നീ സകലത്തിലും അനുഗ്രഹിക്കപ്പെടും. അതും വെറുതെയല്ല, സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും, സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. കാരണം ദൈവമാരാണ്? അനുഗ്രഹത്തിന്റെ ആധിപതിയാണ്, അനുഗ്രഹത്തിന്റെ രാജാവാണ്, അനുഗ്രഹത്തിന്റെ മന്ത്രിയാണ്. ദൈവം അനുഗ്രഹത്തിന്റെ രാജാവാണ്. എല്ലാ പ്രാർത്ഥനകളും മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇന്ന് കേട്ട വചനം ഒരു പൂട്ട് തുറക്കുന്നത് പോലെ, താക്കോൽ ഉപയോഗിച്ച് ഒരു പൂട്ട് തുറക്കുമ്പോൾ അതിന്റെ ലോക്ക് മാറി വരുന്നത് പോലെ, ദൈവത്തിന്റെ വചനം നിങ്ങൾ ചെവി കൊണ്ട് കേട്ട് ഹൃദയത്തിൽ ഉൾക്കൊള്ളുമ്പോൾ, നിങ്ങളെ നാളുകളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെ അസഹ്യപ്പെടുത്തുന്ന, നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിയ, നിങ്ങളുടെ ജോലിയെ തകർത്തുകൊണ്ടിരിക്കുന്ന, ആരോഗ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ആധിപത്യങ്ങളെയും ദൈവം അൺലോക്ക് ചെയ്യും. ആ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കും. എല്ലാ വ്യക്തികളും സകലത്തിലും അനുഗ്രഹിക്കപ്പെടും, സകലത്തിലും അനുഗ്രഹിക്കപ്പെടും, സകലത്തിലും വിടുവിക്കപ്പെടും. നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. എന്റെ ദൈവം എന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. എന്റെ ദൈവം എന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. 2 കരങ്ങളും ഉയർത്തി ഉയർത്തി ഉറക്കെ സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഈ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ ഏറ്റെടുക്കണമേ, ഈ ജനത്തെ ഏറ്റെടുക്കണമേ, ഈ ജനത്തെ അനുഗ്രഹിക്കണമേ, ഈ ജനത്തെ വളർത്തണമേ, ഈ ജനത്തിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങളടിച്ച് ചേർന്ന് പാടാം. കരമടിച്ച് പാടാമോ? അനുഗ്രഹത്തിൻ അധിപതിയെ, ആനന്ദകൃപാ വരുന്നതിയെ. പാടാമോ? അനുഗ്രഹത്തിൻ അധിപതിയെ, ആനന്ദകൃപാ വരുന്നതിയെ. അനുദിനം നിൻ പാദഗതിയെ, അടിയനു നിൻ കൃപമതിയെ. അനുദിനം നിൻ പാദഗതിയെ, അടിയനു നിൻ കരങ്ങൾ ഉയർത്തിയടിച്ച് അനുഗ്രഹത്തിൻ അധിപതിയെ, അധിപതിയെ, അനുഗ്രഹത്തിന്റെ രാജാവേ, അനുഗ്രഹത്തിന്റെ മന്ത്രിയെ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ജനത്തെ, ഈ നിയോഗത്തെ അങ്ങിപ്പോൾ ഏറ്റെടുക്കണമേ. അനുഗ്രഹത്തിൽ ഇവരെ അവകാശികളാക്കണമേ. ഇവർ മക്കളാണ്, ഇവർ അങ്ങയുടെ ദാസന്മാരാണ്, മക്കളാണ്. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയണമേ, സാന്നിധ്യം കൊണ്ട് നിറയണമേ, സാന്നിധ്യം കൊണ്ട് നിറയണമേ.
വ്യക്തികളുടെ മേൽ